നമസ്കാരം. സുഖമൊരു ബിന്ദു, ദുഃഖമൊരു ബിന്ദു, ബിന്ദുവിൽ നിന്നും ബിന്ദുവിലേക്കൊരു പെൻഡുലമാടുന്നു ജീവിതം, ഇത് ജീവിതം എന്ന് പറയുന്ന ഒരു മനോഹര സിനിമാ ഗാനമുണ്ട്. ഞാനൊരു ഗായകനല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ ആ ഗാനം പറഞ്ഞു വെച്ചത്. ഇവിടെ ഇന്ന് ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു മാഡത്തെക്കുറിച്ചാണ്. എ വിജയരാഘവൻ്റെ പങ്കാളിയല്ലെങ്കിലും അവർ മന്ത്രിയാവും. കാരണം അവരുടെ മിടുക്ക്, ആ നേതൃഗുണം, ആ കഴിവ് മലയാളികൾക്ക് കൃത്യമായി അറിയാം. കോളേജ് അധ്യാപികയായിരുന്നു. അവർ പഠിപ്പിച്ച വിദ്യാർത്ഥികൾക്കൊന്നും അവരെക്കുറിച്ച് ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. നല്ല മതിപ്പ് തന്നെയാണ് എന്നാണ് എൻ്റെ അറിവ്. പിന്നീട് മന്ത്രിസ്ഥാനത്തേക്ക് വന്നപ്പോൾ അവരെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മനോഹരമായി കൈകാര്യം ചെയ്യുന്നു എന്ന് നിങ്ങൾക്കറിയാം. കേരളത്തിലെ ജനങ്ങളോട് ഇതൊന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഞാൻ ഇന്ന് സംസാരിക്കുന്ന വിഷയം മറ്റൊന്നാണ്. ബിന്ദു മാഡം ഇരിങ്ങാലക്കുടക്കാരിയാണ്. കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് ഒരു മീറ്റിങ്ങിൽ പങ്കെടുത്തപ്പോൾ അംഗപരിമിതനായ ഒരു മനുഷ്യൻ ഒരു നിവേദനം കൊടുത്തു. അദ്ദേഹത്തിന് ഒരു സ്ഥലം മാറ്റം വേണം. ആ സ്ഥലം മാറ്റം കിട്ടിയില്ലെങ്കിൽ അംഗപരിമിതനായ ഈ മനുഷ്യന് ദൂരസ്ഥലത്തേക്ക് പോയി ജോലി ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് കാലങ്ങളായി കാത്തിരിക്കുന്നു, അപേക്ഷ കൊടുത്തിട്ട് എന്നെ ഒന്ന് പരിഗണിക്കണമെന്ന് പറഞ്ഞു. അവിടെ വെച്ച് തന്നെ ബിന്ദു മാഡം അയാൾക്ക് വാക്ക് കൊടുത്തു, തീർച്ചയായും പരിഗണിക്കാം. അങ്ങനെ തൻ്റെ കീഴുദ്യോഗസ്ഥർക്ക് ആ അപേക്ഷ കൈമാറി. എന്നാൽ 2 ആഴ്ചയ്ക്കുള്ളിൽ കാണാൻ കഴിയുന്നത് റോഡ് സൈഡിൽ കൊണ്ടു തള്ളിയ മാലിന്യ കൂമ്പാരത്തിൽ ഈ അപേക്ഷ കണ്ടുകിട്ടുന്നു. കേൾക്കുമ്പോൾ ചിരി വന്നേക്കാം, പക്ഷേ ഇവിടെ ദുഃഖമാണ് ആ അംഗപരിമിതന് സംഭവിച്ചിരിക്കുന്നത്. താൻ നടക്കുമെന്ന് വിശ്വസിച്ചേൽപ്പിച്ച ഒരു പരാതി, അത് നടത്തിയിരിക്കും എന്ന് പറഞ്ഞ മന്ത്രി, ആ അപേക്ഷയാണ് ഇന്ന് വഴിയരിയിൽ കിടക്കുന്നത്. അത് പ്രകൃതി മനഃപൂർവ്വം ചെയ്തതാണ്. ആ മാലിന്യ കൂമ്പാരത്തിൻ്റെ അടിയിലായിരുന്നു ആ അപേക്ഷ കിടന്നിരുന്നെങ്കിൽ ആരും കാണുമായിരുന്നില്ല. അതങ്ങ് മാലിന്യ കൂമ്പാരത്തിൻ്റെ കൂടെ പോയിനെ. ഈ അംഗപരിമിതൻ വിചാരിക്കും, എൻ്റെ അപേക്ഷ ഫയലിൽ സ്വീകരിച്ചിട്ടുണ്ട്, അത് സാധിക്കുമെന്ന് കരുതി വർഷങ്ങളോളം കാത്തിരുന്നേനെ. ഇതാണ് സംഭവിക്കുക. പക്ഷേ ഈ ന്യൂസ് വെളിയിൽ വന്നതിന് ശേഷം ഇതിന് വലിയ വാർത്താ പ്രാധാന്യമൊന്നും കിട്ടിയില്ല. കാരണം ഈ അപേക്ഷ കൊടുത്തയാൾ ഒരു അംഗപരിമിതനാണ്, ഒരു സാധുവാണ്. ഞാനിതിനെ കാണുന്നത്, ഞാൻ ആ ഒറ്റ അപേക്ഷയെ മാത്രമായിട്ടല്ല, ആ അംഗപരിമിതൻ പ്രതീക്ഷയോട് കൊടുത്ത ആ അപേക്ഷ മാത്രമല്ല എൻ്റെ മുമ്പിലുള്ളത്. സർക്കാർ തലങ്ങളിൽ മന്ത്രിമാരുടെ അടുത്തെത്തുന്ന ഇതുപോലുള്ള അപേക്ഷകൾ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിയപ്പെടുകയില്ലേ? കേരളത്തിൽ ജനസദസ്സ് നടത്തി, നവകേരള യാത്ര നടത്തിയല്ലോ, അതിലെത്രയോ പരാതികൾ കിട്ടി. ഏതൊക്കെ പരാതികൾ പരിഹരിച്ചു? ഏതെങ്കിലും ജനങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ പ്രതിപക്ഷം ചോദിച്ചിട്ടുണ്ടോ? ഈ അംഗപരിമിതൻ്റെ അപേക്ഷ മാലിന്യക്കൂമ്പാരത്തിൽ കണ്ടുകിട്ടിയിട്ട് പ്രതിപക്ഷം ഇവിടെ ചെറുവിരലനക്കിയോ? ഇല്ല. ഞാൻ മന്ത്രി ബിന്ദു മാഡത്തെ മാത്രമല്ല കുറ്റം പറയുന്നത്, അവരെ ഞാൻ കുറ്റം പറയുന്നില്ല. ജോലി തിരക്കിൽ അക്കാര്യം മറന്നിരിക്കാം. പക്ഷേ അവരത് ഏൽപ്പിച്ച ഉദ്യോഗസ്ഥരുണ്ടല്ലോ, അവരെയാണ് ഞാൻ പറയുന്നത്. അവർക്കെതിരെ ശിക്ഷാ നടപടി സ്വീകരിക്കണ്ടേ? എന്താണ് അവരുടെ ജോലി? ഇത് കൃത്യമായി അവിടെ എത്തിച്ച് മന്ത്രിയെ കൊണ്ട് അതിൻ്റെ ഉത്തരവ് നടപ്പാക്കുകയോ ഇല്ലെങ്കിൽ തൽക്കാലം കൊടുക്കാൻ പറ്റില്ല എന്ന് അയാളെ അറിയിക്കുകയോ ചെയ്യേണ്ടതല്ലേ? ഇതല്ലേ ചെയ്യേണ്ടിയിരുന്നത്? അപ്പോൾ എന്തുകൊണ്ട് ആ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നില്ല? ആ നടപടിയെടുത്തത് പൊതുജനങ്ങളെ അറിയിക്കുന്നില്ല? എങ്കിലല്ലേ നിങ്ങൾക്ക് വിശ്വാസ്യതയുണ്ടാവൂ. നിങ്ങൾ 3-ാം വട്ടവും അധികാരത്തിൽ വരും എന്നൊക്കെ പറയുന്നുണ്ട്. ഇതുപോലെ എത്രയോ വിഷയങ്ങൾ, ഇതുപോലെ സാധാരണക്കാരുടെ കണ്ണീരൊപ്പാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ആ കസേര സ്വീകരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് അടുത്ത വട്ടവും അധികാരത്തിലെത്തുമെന്ന് പറയുന്നത്? ആശാവർക്കന്മാരുടെ കണ്ണീര് കാണുന്നില്ല, അങ്കണവാടി ജീവനക്കാരുടെ കണ്ണീര് കാണുന്നില്ല, ഉച്ചക്കഞ്ഞി ലഭിക്കാത്ത പാവപ്പെട്ട കുട്ടികളുടെ കണ്ണീര് കാണുന്നില്ല, ക്ഷേമ പെൻഷൻ കിട്ടാത്ത സാധാരണക്കാരുടെ കണ്ണീര് കാണുന്നില്ല. എന്നാൽ PSC ചെയർമാൻ്റെയും PSC മെമ്പേഴ്സിൻ്റെയും കണ്ണീരല്ല, അവരുടെ ചിരി കാണും. ഈ ഒരു ഇരട്ടത്താപ്പുണ്ടല്ലോ. നിങ്ങൾ ഈ PSC മെമ്പർമാരുടെയും PSC ചെയർമാൻ്റെയും വോട്ട് മേടിച്ചിട്ടാണോ നിങ്ങൾ അധികാരത്തിലെത്തിയത്? ഇതുപോലുള്ള പാവപ്പെട്ട അംഗപരിമിതരും ആശാ വർക്കേഴ്സും അങ്കണവാടി ടീച്ചേഴ്സും ഒക്കെയാണ് നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത്. ഈ വോട്ട് ചെയ്ത് ജയിപ്പിച്ചതിന് ചരിത്രം പറയുമ്പോൾ ഞാൻ നേരത്തെ മുതൽ പറയാറുണ്ട്, ആകെ വോട്ട് ചെയ്തതിന് 35-40% നിങ്ങൾക്ക് കിട്ടിയത്. അപ്പോഴും 60% നിങ്ങൾക്കെതിരാണ്. വോട്ട് ചെയ്യാത്തവർ നിങ്ങൾക്കെതിരാണ്. അധികാരത്തിലിരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. എന്നിട്ട് ജനങ്ങൾ ഞങ്ങളെ തിരഞ്ഞെടുത്തില്ലേ എന്ന് അഭിമാനപൂർവ്വം പറയുമ്പോൾ വിചാരിക്കുക ഭൂരിപക്ഷവും നിങ്ങൾക്കൊക്കെ എതിര് തന്നെയാണ്. അതാര് ജയിച്ചാലും. ശ്രീമതി ആർ ബിന്ദുവിനോടാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ ഈ അപേക്ഷ ഫയലിൽ വെക്കാൻ വേണ്ടി കൊടുത്ത ഉദ്യോഗസ്ഥനെ നിങ്ങൾ മാതൃകാപരമായി ശിക്ഷിച്ചോ? ഒരാഴ്ചയെങ്കിലും സസ്പെൻഷൻ കൊടുത്തോ? അയാളോട് ചോദിച്ചോ എന്താണ് സംഭവിച്ചത്? അതെല്ലാം മറന്നുപോയിരിക്കും. നിങ്ങൾക്കൊക്കെ ഉദ്യോഗസ്ഥരെ ഭയമാണ്. അവർ നിങ്ങളുടെ മുകളിലാണ്. അവർ പറയുന്നതനുസരിച്ച് നിങ്ങൾ ഫയലിൽ ഒപ്പിട്ട് കൊടുക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അതല്ലാതെ ഒരു വകുപ്പ് ഏൽപ്പിക്കുന്ന ആ മന്ത്രിക്ക് അതിനെക്കുറിച്ച് എന്ത് ഗ്രാഹ്യമുണ്ട് എന്നൊന്ന് ചിന്തിക്കണം. അതിന് ഗ്രാഹ്യമുള്ളവരെ
അല്ലെങ്കിൽ അത് പഠിക്കാൻ ശ്രമിക്കുന്നവരെ ആയിരിക്കണം ആ വകുപ്പ് ഏൽപ്പിക്കേണ്ടത്. മന്ത്രി ഗണേഷ് കുമാർ UDF ഭരണകാലത്ത് KSRTCയുടെ മന്ത്രിയായിരുന്നില്ലേ? ആ വകുപ്പിനെ നഷ്ടത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ശ്രമിച്ച ചരിത്രങ്ങളൊക്കെ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. ഒരു മന്ത്രി സുമനസ്സോടെ വിചാരിച്ചാൽ എനിക്ക് യാതൊരു അഴിമതിയും നടത്തേണ്ട, ഒരു പിൻവാതിൽ നിയമനവും നടത്തേണ്ട എന്ന് കരുതി കൃത്യമായി പരിശ്രമിച്ചാൽ ഏതൊരു വകുപ്പും രക്ഷപ്പെടുത്തിയെടുക്കാമെന്ന് ഗണേഷ് കുമാർ എന്നോട് പറഞ്ഞിട്ടുള്ളതാണ്. അയാൾ ആ വകുപ്പിനെക്കുറിച്ച് നന്നായി പഠിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ അധികാരത്തിലെത്തുന്ന ഓരോ മന്ത്രിമാരും അവർ ആ അധികാരത്തിലെത്തിയതിന് ശേഷമെങ്കിലും ആ വകുപ്പിനെക്കുറിച്ചൊന്ന് പഠിക്കാൻ ശ്രമിക്കണ്ടേ? ഇരിഞ്ഞാലക്കുടയിലെ ആ അംഗപരിമിതൻ, അദ്ദേഹത്തിൻ്റെ കണ്ണീര് ജനങ്ങളുടെ കണ്ണീരാണ്. ചവറ്റുകുട്ടയിൽ നിന്നും അദ്ദേഹത്തിൻ്റെ അപേക്ഷ ലഭിച്ചു എന്നറിയുമ്പോൾ ആ മനുഷ്യൻ്റെ അവസ്ഥ എന്തായിരിക്കും? അയാൾ ശപിക്കില്ലേ? അയാളുടെ ശാപം നിങ്ങൾക്ക് ഫലിക്കില്ലേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കുന്നത്, പ്രിയപ്പെട്ട മന്ത്രിമാരെ, ഉദ്യോഗസ്ഥരെ, നിങ്ങൾക്ക് ജനങ്ങളുടെ കണ്ണീര് കാണാൻ കണ്ണില്ലേ? ഇനിയെങ്കിലും കണ്ണു തുറക്കൂ. ഇനിയെങ്കിലും നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കൂ. ഞാൻ മന്ത്രിമാരോട് മാത്രമല്ല, ഇവിടെ താഴെത്തട്ടിൽ മുതൽ മേൽത്തട്ടിൽ വരെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരോടാണ്, സർക്കാർ ഉദ്യോഗസ്ഥരോടാണ്. നമ്മളൊരു വില്ലേജ് ഓഫീസ് ചെന്നാൽ, നമ്മളൊരു താലൂക്ക് ഓഫീസ് ചെന്നാൽ ഏതെങ്കിലും ഉദ്യോഗസ്ഥരെ പരിചയമുണ്ടെങ്കിൽ ഒരു സീറ്റ് കിട്ടും, ഇരുന്ന് സംസാരിക്കും, കാര്യം സാധിച്ചു പോരാ. ഇല്ലെങ്കിൽ അവരുടെയൊക്കെ ധാർഷ്ട്യം. പോയിട്ട് പിന്നെ വരും. ചിലപ്പോൾ കിലോമീറ്ററുകൾ അകലെ നിന്നായിരിക്കും വരിക. എന്താണ് പരാതി എന്ന് പറയുന്നത് കേൾക്കാൻ പോലും മനസ്സില്ലാത്ത ഉദ്യോഗസ്ഥരെ ഞാൻ കണ്ടിട്ടുണ്ട്. ചില ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ ചില പരിചയക്കാരുള്ളത് കൊണ്ട് ചിലപ്പോൾ രക്ഷപ്പെട്ടു പോരും. ഞാൻ ആ പരിചയം ഉപയോഗിക്കാൻ പരമാവധി ശ്രമിക്കാറില്ല. കാരണം എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുമ്പിലായാലും ഏതൊരു ഓഫീസിലായാലും ഏതൊരു സ്ഥലത്തായാലും പരിഗണന കിട്ടരുത്. എല്ലാവരും തുല്യ പരിഗണന വേണം. നമ്മൾ വിദേശത്തൊക്കെ ചെല്ലുമ്പോൾ കാണുന്നതല്ലേ. മുൻ പ്രസിഡൻ്റായിരുന്ന ഒബാമ സൂപ്പർ മാർക്കറ്റിൽ പോയി ക്യൂ നിൽക്കുന്ന ഒരു വീഡിയോയിൽ കണ്ടില്ലേ? അവിടെ എല്ലാവരും തുല്യരാണ്. ഒരു രാജ്യത്തെ പൗരൻ എന്ന് പറയുന്ന ബഹുമതി അത് പ്രസിഡന്റിന് മുതൽ സാധാരണക്കാരന് വരെ തുല്യമാണ്. ഇവിടെ അങ്ങനല്ലല്ലോ. VIP പരിഗണന കിട്ടും. ഇനി ഇവർക്കൊക്കെ തിരക്കുണ്ടെന്ന് പറഞ്ഞേക്കാം. തിരക്കുണ്ടെങ്കിൽ ആയിക്കൊള്ളട്ടെ. പക്ഷേ ആ തിരക്കിൻ്റെ ഭാഗമല്ലേ ഇതുപോലുള്ള അപേക്ഷ സ്വീകരിക്കലും അതിന് പരിഹാരം കാണലും? അത് ചെയ്യണ്ടേ? ഈ സർക്കാർ ഫയലുകൾ എടുത്തൊന്ന് നോക്കിയാൽ എത്രയോ അപേക്ഷകൾ അവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ടാവും. മുഖ്യമന്ത്രി ആദ്യ മന്ത്രിസഭയുടെ കാലത്ത് ചാർജ് എടുത്തപ്പോൾ പറഞ്ഞില്ലേ, ഓരോ ഫയലുകളും ഓരോ ജീവിതങ്ങളാണെന്ന്. അതിപ്പോൾ ഓർമ്മിക്കുന്നുണ്ടോ? ഈ സെക്രട്ടേറിയറ്റ് മുതൽ സർക്കാർ ഓഫീസുകളിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന പരാതികളെടുത്തൊന്ന് പരിഹരിക്കാൻ ശ്രമിക്കുമോ? അവരെ വിളിച്ചു വരുത്തി കാര്യങ്ങൾ സംസാരിക്കുമോ? ആ പരാതി കേൾക്കുമോ? എങ്കിൽ അവർക്കൊരു മനഃശാന്തിയെങ്കിലും ഉണ്ടാകും ഈ പരാതി കൊടുത്തവർക്ക്. അതല്ലാതെ മാലിന്യ കൂമ്പാരത്തിൽ നിന്നോ കുപ്പച്ചട്ടിയിൽ നിന്നോ ഈ അപേക്ഷകൾ കിട്ടുമ്പോൾ അവരുടെ ഹൃദയം പിളർന്നു പോവും, തകർന്നു പോവും. ആ ഇരിഞ്ഞാലക്കുടയിലെ ആ അംഗപരിമിതൻ നിങ്ങളുടെ കണ്ണു തുറപ്പിക്കട്ടെ. അത്രയേ എനിക്കിപ്പോൾ പറയാനുള്ളൂ. താങ്ക് യു.